മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യൻ എവിടെ നിന്നാണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അവിടെയാണ് അല്ലാഹു തആല അവന്റെ ഖബറിനെ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യന്റെ കടലിനടിയിലാണ് അവന്റെ ശരീരത്തിന്റെ അവസാന ഭാഗങ്ങൾ എത്തിച്ചേരുന്നതെങ്കിൽ അവൻ അവിടെ നിന്നാണ് മനസ്സിലാക്കണം. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഒരു മനുഷ്യൻ ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ച് ഇങ്ങനെ രൂപപ്പെടുമ്പോ അവൻ ഖബറടക്കം ചെയ്യാനുള്ള മണ്ണിന്റെ, മണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ മണ്ണൊന്നും കാണൂല, ചിലപ്പോ ഒരു തന്മാത്രയാവാം, ചിലപ്പോ ആ മണ്ണുമായിട്ടുള്ള ഒരു ബന്ധമാകാം. അള്ളാഹു ഒരു മലക്കിനെ കൊണ്ട് ആ മാതാവിന്റെ ഗർഭപാത്രത്തിൽ എത്തിക്കുന്നുണ്ട്. അവിടേക്ക് തന്നെ അവർ മടങ്ങും, വേറെ എവിടേക്കും പോകൂല. നിങ്ങളൊക്കെ പല നാടുകളിൽ നിന്നും കല്യാണം കഴിച്ചു വന്നവരായിരിക്കും അധികം ആളുകൾ. ഒരുപാട് സഹോദരിമാരിന് ഇവിടെ നിന്ന് മറ്റു നാടുകളിലേക്ക് പോകാനുള്ളവരാണ്. അല്ലാഹു സന്തോഷത്തോടെയുള്ള കല്യാണ ജീവിതം, വൈവാഹിക ജീവിതം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, അത് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടാകും ഏതു നാട്ടിലാണെന്ന്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലൂടെ നടന്നു പോകുമ്പോൾ ഖൗമൻ യഹ്ഫിറൂന ഖബ്റാ, ഖബർ കുഴിക്കുന്ന ഒരു പറ്റം ആളുകളെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അവരിങ്ങനെ ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇതാർക്കുള്ള ഖബറിടമാണ്? അവര് പറഞ്ഞു, നബിയേ, ഇത് ഇന്നാലിന്ന എത്യോപ്യക്കാരനുള്ള ഖബറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لا إله إلا الله سيق من أرضه وسمائه إلى التربة التي خلق منها. ആ മനുഷ്യൻ ജന്മം കൊണ്ട് ആകാശത്ത് നിന്ന് ഭൂമിയിൽ നിന്ന് ആ മനുഷ്യനിതാ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഭൂമിയിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഒരു മനുഷ്യന്റെ എവിടെയാണോ അവന്റെ തുടക്കമുള്ളത് അവിടേക്കാണ് അവന്റെ മടക്കമുള്ളത്. അല്ലേ, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും. മറക്കാത്ത മന്ത്രമല്ലയോ അത്? ഒരിക്കലും ഹൃദയത്തിൽ ഭയത്തോടെ അല്ലാതെ ഓർക്കാൻ കഴിയാത്ത ഒരു മന്ത്രമല്ലയോ അത്? ചിന്തിക്കൂ നിങ്ങൾ, നിങ്ങളുടെ ഉപ്പയെ കൊണ്ടുപോയി നിങ്ങൾ ഖബറടക്കിയിട്ടുണ്ടല്ലോ, ഇല്ലേ? ഉപ്പ മരിച്ചു പോയവരുണ്ടാകും. അല്ലാഹുവേ, അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ഉപ്പാടെ മയ്യിത്ത് കൊണ്ടുപോയി ആ ഖബറിലേക്ക് താഴ്ത്തിയിട്ട് മൂടുകല്ല് വെച്ചിട്ട് നിങ്ങൾ ഉപ്പാനോട് പറഞ്ഞ വർത്തമാനം എന്താ? മിൻഹാ ഖലഖനാകും. എന്റെ പൊന്നുപ്പ, നിങ്ങൾ എന്നെ വളർത്തി വലുതാക്കി, നിങ്ങൾ വെയിൽ കൊണ്ട് ഞാൻ വളർന്നു വലുതായി, ഞാൻ എത്ര ഉയർന്നു, എന്നെ എത്ര നിങ്ങൾ സ്നേഹിച്ചു, എനിക്ക് വേണ്ടി നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടു, നിങ്ങൾ എനിക്ക് വീട് നൽകി, നിങ്ങൾ എനിക്ക് പറമ്പ് നൽകി, നിങ്ങൾ എനിക്ക് സൗകര്യങ്ങൾ നൽകി, നിങ്ങൾ എന്നെ പഠിപ്പിച്ച് വലുതാക്കി ഉപ്പ. അവസാനം എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് ഈ 3 പിടി മണ്ണ് മാത്രമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ, സ്നേഹത്തോടെ നിങ്ങൾ, പുഞ്ചിരിയോടെ നിങ്ങൾ സ്നേഹിച്ചിരുന്ന ഭാര്യ, ഇന്ന് രാത്രി വാള് കഴിഞ്ഞ് നിങ്ങൾ പോയി നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയുമായി കിടന്നുറങ്ങി. ഒന്ന് ചിന്തിക്കൂ സഹോദര, നാളെ നേരം വെളുക്കുമ്പോ സാധാരണ 5 മണിക്ക് അലാറം വെച്ചുണരുന്ന ഭാര്യ 5 മണിക്ക് അലാറം അടിച്ചിട്ടും അവൾ ഉണരുന്നില്ല. 5:15 5:30 നിങ്ങൾ എഴുന്നേറ്റു, ലേറ്റിട്ടു, ഭാര്യ ഉണരുന്നില്ല. അവളെ കുലുക്കി വിളിച്ചു, വെറുതെ ഒന്ന് കയ്യിൽ പിടിച്ചു നോക്കി, കൈകൾ തണുത്തിരിക്കുന്നു. എത്ര അനുഭവങ്ങളാണ്, എത്ര ആളുകളുടെ അനുഭവങ്ങളാണ്. പ്രിയപ്പെട്ട ഭാര്യക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഉമ്മയെ വിളിച്ചു, അടുത്ത വീട്ടിൽ നിന്ന് ജ്യേഷ്ഠനെ വിളിച്ചു, വേണ്ടപ്പെട്ടവരെ ഒക്കെ വിളിച്ചു, ഇവൾ ഉണരുന്നില്ലല്ലോ. നിങ്ങളുടെ മക്കളപ്പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട്. മക്കളെ കോരിയെടുത്തു നിങ്ങളുടെ വീട്ടുകാർ, അവരെ അപ്പുറത്തെ റൂമിന് കൊണ്ടുപോയി കിടത്തി. ബഹളം കേട്ടിട്ട് അവരും എഴുന്നേറ്റു. കുഞ്ഞുങ്ങളുടെ ഉമ്മ ഉണരുന്നില്ല. ഭാര്യയ്ക്ക് 28 വയസ്സേ ആയിട്ടുള്ളൂ. പ്രിയപ്പെട്ട ഭാര്യ, നിങ്ങളുടെ സ്നേഹനിധിയായ ഭാര്യ, നിങ്ങൾ ആ സത്യം അറിഞ്ഞ
അറിഞ്ഞു, അതേ അവൾ എന്നോട് വിട പറഞ്ഞു പോയിരിക്കുന്നു, അവൾ എനിക്കിനി തിരിച്ചു കിട്ടുകയില്ല. നിങ്ങൾക്ക് കരയണോ കരയണ്ടേ എന്നറിയുന്നില്ല. വീട്ടിൽ സംഭവിച്ച ആ പെട്ടെന്നുണ്ടായ അത്യാഹിതത്തില് എന്ത് ചെയ്യണ്ടോ എന്നറിയാതെ പകച്ചു നിൽക്കാൻ വിധിക്കപ്പെട്ടുപോയി. അയൽവാസികൾ വന്നു, നാട്ടുകാര് വന്നു, എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. ഒറ്റ സെന്റൻസിൽ മറുപടി കൊടുക്കുകയാ. മണിക്കൂറുകൾ ഇങ്ങനെ കഴിയുന്നു, ഓത്ത് നടക്കുന്നുണ്ട്, മയ്യത്ത് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, ആളുകൾ വരുന്നു. 12 മണിക്ക് മയ്യത്തെടുക്കുകയാ. മയ്യത്തെടുക്കാൻ വേണ്ടിയിട്ട് അവളെ കുളിപ്പിക്കുകയാ. ഖബറിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി അവളെ കുളിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരിക്കൽ പോലും മറ്റൊരാൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. എന്നാൽ നിങ്ങളെ ഇതാ മറ്റൊരാൾ കുളിപ്പിനെ നിങ്ങളെ എത്തിയിട്ട് ആളുകളോട് കൂടെ നിങ്ങളും പോവുകയാ. അവൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഖബറിലേക്ക് നിങ്ങൾ തന്നെ മയ്യത്തൊന്ന് താഴ്ത്തി വെക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവളെ, മൂടുകല്ല് വെച്ചു, നിന്നെ കാണാൻ കഴിയില്ലല്ലോ, ഇനി നീ എനിക്ക് എത്ര സ്നേഹം നൽകി, എന്റെ രാത്രികളെ നീ എത്ര ചൈതന്യവത്താക്കി, എന്റെ മക്കളെ നീ എത്ര പരിപാലിച്ചു, ഇനി എനിക്ക് സമാധാനം പറയാൻ ആരാ ഉള്ളത്? എന്റെ മക്കൾ, എന്റെ ഉമ്മ എവിടെ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ് എന്റെ മക്കളോട് പറയുന്നത്? എന്നിരുന്നാലും നിനക്കുള്ളതൊക്കെ എനിക്ക് തന്നു നീ പോയില്ലേ? നിനക്ക് തരാനുള്ളത് 3 പിടി മണ്ണ് മാത്രമാ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ചെറുപ്പക്കാരാ, ഉച്ച കഴിഞ്ഞ് നീ അവിടെ യാസീനോട് ദുആ ചെയ്ത് നീ വീട്ടിലേക്ക് തിരിച്ചു വന്നോ. വീട്ടിൽ നിന്ന് ആളുകൾ വരുന്നു, നിന്നെ സമാധാനിപ്പിക്കുന്നു. ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു. കട്ടിലിൽ നീ ഇങ്ങനെ കിടക്കുമ്പോൾ നിനക്ക് ഉറക്കം വരുന്നില്ല. നിന്റെ ഓർമ്മകളിൽ നിന്റെ ഭാര്യയുടെ മുഖം നിറയുകയാണ്, അവളുടെ തലമുടികൾ നിറയുകയാണ്, അവളുടെ കണ്ണുകൾ നിറയുകയാണ്. നിന്നോടവൾ കാണിച്ച സ്നേഹവായ്പിന് ഒന്ന് പകരം കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ചിന്ത നിറയുകയാണ്. രാത്രി 1 മണിയായി, 2 മണിയായി, കട്ടിലിൽ കിടന്നുറക്കം വരുന്നില്ല. പിരിഞ്ഞു കിടക്കുന്നു, മറിഞ്ഞു കിടക്കുന്നു. എന്റെ പെരുവലയിലുള്ള യുവാക്കളെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? രാത്രി 2 മണിക്ക് നിങ്ങളുടെ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ ധൈര്യമുണ്ടോ? ടോർച്ചെടുക്കാൻ ധൈര്യമുണ്ടോ? ആ വലിയ മൺവെട്ടിയുമായി, വീട്ടിലുള്ള മൺവെട്ടിയുമായിട്ട് പള്ളിക്കാട്ടിലേക്ക് നടക്കാൻ ധൈര്യമുണ്ടോ? പള്ളിയിലെ ഇമാം ഉറങ്ങുമ്പോൾ, മുഖ്രി ഉറങ്ങുമ്പോ, നാട്ടിലുള്ളവർ മുഴുവൻ ഉറങ്ങുമ്പോ, ചുവപ്പുമാറാത്ത മീസാൻ കല്ലുകൾക്കപ്പുറത്തുള്ള ആ മണ്ണ് മാറ്റാൻ നിനക്ക് ധൈര്യമുണ്ടോ? നിന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിയുമ്പോഴും, നിന്റെ കണ്ണുകളിൽ ഇങ്ങനെ തിളങ്ങുമ്പോഴും, നിന്റെ ശരീരം ക്ഷീണിക്കുമ്പോഴും 2 മിനിറ്റ് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരുടെ മുഖം ഒരു നോക്ക് എനിക്ക് കാണാമല്ലോ. അത് അവസാനമായി കണ്ട ആ രംഗം ഒന്നുകൂടെ ഓർത്തെടുക്കാമല്ലോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ധൈര്യമുണ്ടെങ്കിൽ ആ മീസാൻ കല്ല് കഴിഞ്ഞ് ആ മണ്ണെല്ലാം ഇങ്ങനെ മാറ്റിയിട്ട് അവസാനം മൂടുകല്ല് കണ്ടാൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? സർവശക്തിയും എടുത്തിട്ട് ആ കല്ലൊന്ന് മാറ്റാൻ, 2ാമത്തെ കല്ലും ഒന്ന് മാറ്റാൻ. നിങ്ങളോട് ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ഇതുപോലൊരു ദുർഗന്ധം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ കയ്യിലുള്ള ടോർച്ച് കൊണ്ട് ആ ഖബറിലേക്കൊന്ന് അടിച്ചു നോക്കാൻ ധൈര്യമുണ്ടോ? ആ മയ്യത്തിനെ മൂടിയിരിക്കുന്ന ആ തുണികളെല്ലാം ചെഞ്ചോരമണിഞ്ഞ്, അതെല്ലാം ചെലവും ചെളിയും നിറഞ്ഞ് ആകെ ദുർഗന്ധപൂരിതമായ ശരീരമായി കിടക്കുമ്പോ ഒരു കലുകൊണ്ട്, ഒരു കോലുകൊണ്ട്, ഒരു വടികൊണ്ട് മയ്യത്തിന്റെ മുഖത്തുള്ള ആ തുണിയൊന്ന് പതുക്കെ ഇങ്ങനെ വലിച്ചൊന്ന് മാറ്റിയാൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു പെണ്ണിന് ഇങ്ങനെയും ഒരു മുഖമുണ്ടെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. നിന്റെ ഭാര്യയുടെ മുഖം ഇങ്ങനെയാന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാനാണെങ്കിൽ എന്റെ മുഖം ഇങ്ങനെയാന്ന് മനസ്സിലാക്കാൻ കഴിയും. കണ്ണുകളെല്ലാം അവിടെ നിന്ന് പോന്നിട്ട് അതിന്റെ സ്ഥാനത്ത് 2 ഗുഹകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ചുണ്ടുകളെല്ലാം അടർന്ന് മൂക്കിലൂടെയും ദ്വാരങ്ങളിലൂടെയും രക്തമെല്ലാം ഇങ്ങനെ ഒലിച്ച് ആകെ വികൃതമായി ഭീകര സ്വരൂപിയായി നിൽക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ ഖബറിന്റെ ഭൗതികമായ രംഗമെന്ന് പറയുന്നത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വല്ലാത്തൊരു ഹദീസ് ഉണ്ട്.
നമ്മളുടെ ഖബർ നമുക്ക് വേണ്ടി മറ്റുള്ളവരാണ് പൊതുവിൽ തെരഞ്ഞെടുക്കുക. സ്വന്തം ഖബർ തെരഞ്ഞെടുക്കുന്ന അപൂർവം. അവിടുന്ന് പറഞ്ഞു, ഇദ്ഫനൂ മൗതാകും വസത ഖൗമിൻ സാലിഹീൻ. നിങ്ങളുടെ ഖബറിടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഖബറുകൾ നിങ്ങൾ നല്ലവർക്കിടയിൽ കൊണ്ടുപോയി മറമാടണേ. അമ്മാക്ക് ഖബറൊരുക്കാണ്. വാട്സാപ്പിലൂടെ ഖബർ കുഴിക്കുന്ന ആളോട് എനിക്ക് അർജന്റ് ആയിട്ടൊരു ഖബർ വേണമെന്ന് വിളിച്ചു പറയില്ല. നിങ്ങൾ പോകണം, നിങ്ങൾ അന്വേഷിക്കണം. ഇവിടെ ആരാ അപ്പുറത്തുള്ളത്? അപ്പുറത്താരാ ഉള്ളത്? നല്ലവരുടെ അടുക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം വഅഅമിഖൂ ലഹു ഫീ ഖബ്രിഹി. നിങ്ങൾ നല്ല ആഴത്തിൽ ഖബർ കുഴിക്കണേ. വജന്നിബൂഹുൽ ജാറസൂ. ചീത്ത അയൽവാസിയെ നിങ്ങൾ അകറ്റുകയും വേണേ. ഖീല യാ റസൂലല്ലാഹ് വഹൽ യൻഫഉൽ ജാറു സ്വാലിഹു ഫിൽ ആഖിറ. നല്ല അയൽവാസി ഉപകാരപ്പെടുവോ നബിയേ? അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, ദുനിയാവിൽ നല്ല അയൽവാസി ഉപകാരപ്പെടുവോ? അതെ, ഉപകാരപ്പെടും. എന്നാൽ അതുപോലെ ആഖിറത്തിലും ഉപകാരപ്പെടുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, നല്ലവരുടെ ഇടയിൽ അടങ്ങുക എന്ന് പറയുന്നത് അല്ലാഹു തരുന്ന വലിയ ഒരു സൗഭാഗ്യമാണ്. ചില ആളുകൾ ഉണ്ടാവും നമുക്കിടയിൽ, മക്കത്തിൽ നിന്ന് മരണപ്പെടുന്ന ആളുകൾ, വലിയ ഭാഗ്യല്ലേ അത്. മദീനയിൽ നിന്ന് മരിക്കുന്ന ആളുകളുടെ ഭാഗ്യം എത്രയാ. ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളെ മദീനയിൽ നിന്ന് മരിച്ചു. റബ്ബേ, എന്തൊരു ഭാഗ്യം. കാരണം എന്താ? മയ്യിത്ത് നിസ്കരിക്കാൻ എത്ര ആളുകളാ? മയ്യിത്ത് നിസ്കരിക്കാൻ തന്നെ എത്ര ആളുകളായിരിക്കും? ലക്ഷക്കണക്കിന് ആളുകൾ. മയ്യിത്ത് നിസ്കരിക്കണ പള്ളി നോക്കി നിങ്ങൾ, മയ്യിത്ത് നിസ്കരിക്കുന്ന സ്ഥലം നോക്കൂ നിങ്ങൾ, മയ്യിത്ത് നിസ്കരിക്കുന്ന ഇമാമിനെ നോക്കൂ നിങ്ങൾ. അതിലപ്പുറം എന്താ വേണ്ടത്? മയ്യത്തുമായി ഞങ്ങൾ ഇങ്ങനെ പോയി, മയ്യത്ത് കെട്ടിപ്പിടിക്കാൻ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഒരു ഇറാനിയും ഒരു സുഡാനിയുമാണ് മയ്യത്ത് കെട്ടിൽ പിടിക്കുന്നത്. അങ്ങനെ ആലോചിച്ചു, നമ്മുടെ പെരുവയലിൽ നിന്ന് മരിച്ചാൽ, എന്റെ നാട്ടിൽ നിന്ന് ഞാൻ വിളിച്ചാൽ കൊണ്ടുപോകുന്ന റോഡുകൾ, കൊണ്ടുപോകുന്ന ഊടുവഴികൾ, ഇതേതിലൂടെയാ കൊണ്ടുപോകുന്നത്? റസൂലുള്ളാഹിന്റെ റൗളയുടെ മുമ്പിലൂടെയല്ലയോ? ഹബീബായ റസൂലുള്ളാഹിന്റെ റൗളയുടെ മുമ്പിലൂടെ ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ടുപോയിട്ട് എവിടെയാ ഖബറടക്കുന്നത്? ജന്നത്തുൽ ബഖീഇൽ. ഭാഗ്യത്തിനപ്പുറം വല്ലതുമുണ്ടോ? ജന്നത്തുൽ ബഖീഇൽ ആരാ ഉള്ളത്? ഫാത്തിമ ബീവി എവിടെയാ? ഖദീജ ആയിഷ ബീവി എവിടെയാ? സഫിയ ബീവി എവിടെയാണ്? മൈമുറംല ബീവി എവിടെയാണ്? റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ ഒട്ടുമിക്ക പേരും എവിടെയാ? നബിയുടെ മക്കളിൽ അധിക പേരും എവിടെയാ? റസൂലുള്ളാഹിന്റെ സ്വഹാബികളിൽ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള 1000 വരുന്ന സ്വഹാബികൾ മദീനയിലാ ഉള്ളത്, ജന്നത്തുൽ ബഖീഇലാ ഉള്ളത്. അതിനിടയിൽ പോകാൻ പറ്റാന്ന് പറഞ്ഞു. യാ അല്ലാഹ്, വലിയ ഭാഗ്യല്ലേ. അതാ പറഞ്ഞത്, നല്ലവർക്കിടയിൽ പോയി കിടക്കുക. മുഅ്മിനീങ്ങളെ, മയ്യിത്ത് കട്ടിൽ ഇങ്ങനെ പോകുന്ന ആരംഗം എവിടെ? നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ, ഓരോ സ്ഥലത്തേക്കും നമ്മൾ വരുമ്പോ സ്വീകരണ ലോകമാണ്. ഞാൻ വരുമ്പോ സ്വീകരിക്കാൻ എത്രയോ ആളുകൾ, ഭക്ഷണം തരാൻ, സുഭിക്ഷമായ ഭക്ഷണം തയ്യാറാക്കാൻ. നിങ്ങൾ കല്യാണത്തിന് പോകുമ്പോ, സൽക്കാരത്തിന് പോകുമ്പോ ഇവിടെ സ്വീകരണമാണോ അറിയില്ല. ഏതായാലും വല്ലാത്ത ഒരു യാത്രയപ്പാണ്. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി, ഒരു ദിനമുണ്ടൊരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. 3 കഷ്ണം തുണി ചുറ്റി, മുറിയാതെ വികൂർ ചൊല്ലി, ഒരു ദിന
ദൂരമുണ്ടോരു പോകേ തീരെ മടക്കമില്ലാത്ത യാത്ര. എന്തൊരു വാക്കുകളാണത് അല്ലേ? 3 കഷ്ണം തുണിയിൽ ഇങ്ങനെ ചുറ്റിയിട്ട് പറയുകയാണ്, മയ്യിത്തിന്റെ കൂടെ മനുഷ്യന്മാരിങ്ങനെ പോകുമ്പോൾ ആ മയ്യിത്തിനെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടാകും. നല്ലവരാണെങ്കിൽ നല്ല മലക്കുകൾ ഉണ്ടാകും, മോശക്കാരാണെങ്കിൽ അദാബിന്റെ മലക്കുകൾ ഉണ്ടാകും. നല്ലവരാണെങ്കിൽ ആ മയ്യിത്ത് നോക്കിക്കൊണ്ട് മലക്കുകൾ പറയുന്നത്, മലക്കുകൾ ആ മയ്യിത്തിനെ നോക്കിക്കൊണ്ട് പറയുന്നത്, മാ ഖദ്ദമ ഫുലാൻ, ഈ മനുഷ്യൻ എന്തെല്ലാം അമലുകൾ ചെയ്തിട്ടുണ്ട്. മലക്കുകൾ അങ്ങനെ പറയല്ലോ, മലക്കുകൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമല്ലോ. അതുകൊണ്ട് 100 ആളെ കൊന്ന ഒരാളെ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോയി എന്ന ഹദീസിൽ പഠിക്കണം. എന്തേ? ഇയാൾ നല്ലോടത്തേക്ക് പോകുകയായിരുന്നു. എന്നാൽ മനുഷ്യന്മാരാ മയ്യിത്തിനെ നോക്കിക്കൊണ്ട് പറയുന്നത്, ഈ മനുഷ്യൻ എന്താണ് ഇവിടെ അവശേഷിപ്പിച്ചിട്ടുള്ളത്? നമ്മൾ പറയും മക്കൾക്ക് നല്ല സുഖമാണ്, അവർക്ക് പറമ്പ് വാങ്ങാൻ വാപ്പുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ചിരിക്കുന്ന പാസികളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഒരു സംശയവും വേണ്ട. നമ്മെ കുറിച്ച് അങ്ങനെ മക്കൾ പറഞ്ഞില്ലെങ്കിൽ അതായിരിക്കും അത്ഭുതം. ഇന്ന് നമ്മൾ ഇനി അടുത്ത മക്കൾ അങ്ങനെ സമ്പാദിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. നമ്മുടെ മുൻഗാമികളായ ആളുകൾ സമ്പാദിച്ചതിനേക്കാൾ നമ്മൾ പണ്ട് കൊല്ലം ധാർമ്മിക ആളുകളാണ്. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വാപ്പ ഇങ്ങനെ ഫോണിൽ വിളിക്കുകയാണ്, ഉസ്താദെ മകനെ ഒന്ന് കിട്ടുമോ? മകനോട് സംസാരിച്ചു. മകൻ ഭയങ്കര കരച്ചിൽ, എനിക്ക് വാപ്പാൻ ഇങ്ങനെ ഇന്ന് എപ്പോഴാ വരിക? ഒരു കാര്യം ചെയ്യാം, നാളെ വൈകുന്നേരം ഞാൻ വരാമെന്ന് പറഞ്ഞു. അവന് സമാധാനമായി. പിറ്റേ ദിവസം രാവിലെ ഈ കുട്ടിയുടെ നാട്ടിൽ നിന്നൊരു ഫോൺ വരികയാണ്, ഉസ്താദേ അവിടെ ഈ വർഷം 1-ൽ ചേർത്ത് കുട്ടിയുണ്ടല്ലോ. അതെ, എന്താ കാര്യം? അയാൾ പറഞ്ഞു, വാപ്പ ഒരല്പസമയം മുമ്പ് മരിച്ചു പോയിരിക്കുന്നു. മരിച്ചു കേട്ടില്ലല്ല, 10 വയസ്സായ ഈ കുഞ്ഞുമോനോട് എങ്ങനെയാണ് നിന്റെ വാപ്പ മരിച്ചത്, നിന്റെ വാപ്പ മരിച്ചിട്ട് എന്ന വിവരം ഞങ്ങൾ പറയാം. വല്ലാതെ ബേജാറായി പോയി. ഏതായാലും ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ഞങ്ങൾ അടുക്കലേക്ക് വിളിച്ചു, ഉസ്താദ്മാര് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ ഞങ്ങൾക്ക് നിന്റെ നാട്ടിലേക്ക് ഒന്ന് പോകണം, നീയും കൂടെ വാ. അവന് വലിയ ആഹ്ലാദം, വലിയ സന്തോഷമായി. അവൻ വാഹനത്തിൽ കയറി ഞങ്ങളോടുകൂടെ അവൻ ഇങ്ങനെ പോരുകയാണ്, ഉസ്താദുമാരോടുകൂടെ. അങ്ങനെ പോരുമ്പോൾ വാഹനം തിരൂരിലെത്തി. നന്നായി വിശക്കുന്നുണ്ട്, രാവിലെ സമയമാണ്, ആരും ഒന്നും കഴിച്ചിട്ടില്ല. ഒരു ഹോട്ടലിന്റെ മുമ്പിൽ വണ്ടി നിർത്തി. അവൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. അതെന്താ, നീ ഒന്നും കഴിക്കുന്നില്ലേ? ഞാൻ വീട്ടിലെത്തിയിട്ട് കഴിച്ചോളാം, വീട്ടിൽ ആരും ഉണ്ടാവൂല. പെട്ടെന്ന് ആ കുട്ടി പറഞ്ഞു, വീട്ടിൽ എന്റെ വാപ്പ ഉണ്ടാകുമല്ലോ. വാപ്പ വന്നിട്ട് വാപ്പാന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെ എന്ത് ഞങ്ങൾ ആ കുട്ടിയോട് പറയും? ഏതായാലും 2-3 ആപ്പിൾ വാങ്ങി അതുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയി. അവന്റെ വീടിന്റെ മുമ്പിലെത്തിയപ്പോ അവിടെ നിറയെ ആളുകൾ നിൽക്കുന്നുണ്ട്. അവനാകെ അത്ഭുതപ്പെടുന്നുണ്ട്. എന്താണ് ഇവിടെ ആൾക്കൂട്ടം? അവര് വിചാരിച്ചത് ഞങ്ങൾ ഇവനോട് കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഏതായാലും അവന്റെ ഒരു മാമൻ വന്നു, അവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, വീടിന്റെ കോലായയിലേക്ക് കൊണ്ടുപോയി. അവനാകെ അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം അവന്റെ മുമ്പിൽ അതാ കാണുന്നത് ഒരാൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതാ. അതാരാണെന്നറിയില്ല. ആ വീടിന്റെ മുമ്പില്, ആ കോലായയുടെ മുമ്പില് ഉസ്താദുമാര് പിന്നിൽ നിൽക്കുമ്പോ ആ പ്രിയപ്പെട്ട ആ സഹോദരൻ ആ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ മയ്യത്തിന്റെ മുകളിലുള്ള ആ മൂടി അങ്ങ് മാറ്റിയപ്പോൾ അല്ലാ, ഇന്ന് വൈകുന്നേരം എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞ ആരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണോ? ഭക്ഷണം കഴിക്കാതെ ഞാൻ അവിടെ നിന്ന് പോന്നത്. ആ പ്രിയപ്പെട്ട ഉപ്പ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ ആ പൊന്നുമോൻ വാവിട്ട് കരഞ്ഞു പോയത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മയാ പ്രിയപ്പെട്ടവരെ. ഇത്രയേ
മരണത്തിന് കാര്യമുള്ളൂ. ഒരാൾക്കും അറിയില്ല നമ്മൾ എപ്പോഴാണ് ഖബറിലേക്ക് പോവുക എന്ന്, എപ്പോഴാണ് മരണത്തിന്റെ വേദന അനുഭവിക്കേണ്ടി വരിക എന്ന്. നമ്മൾ തിരിച്ചെത്തുമോ അറിയില്ല, കോളേജിൽ തിരിച്ചെത്തുമോ അറിയില്ല, നാളെ പകല് ക്ലാസ് എടുക്കാൻ കഴിയുമോ അറിയില്ല, നാളെ വൈകുന്നേരത്തെ പ്രസംഗത്തിന് പോകാൻ കഴിയുമോ അറിയില്ല. നിങ്ങൾ ഇന്ന് സന്തോഷത്തോടെ തിരിച്ചു പോയിട്ട് എത്ര ആളുകൾ ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോ ഉണ്ടാകുമെന്നറിയില്ല. ഏതായാലും നമ്മളെ കാത്ത ഖബർ ഇങ്ങനെ ഇരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലില്ലാഹി മലക്കുൻ മുവക്കലും ബിൽ മഖാബിർ. ഖബറിന്റെ സമീപത്ത് ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട്. ഫഇദാ ദുഫിനൽ മയ്യിത്ത്, ഒരു മയ്യിത്ത് ഖബറടക്കം ചെയ്യപ്പെട്ടാൽ, വസുവിയ അലൈഹി, ആ മയ്യിത്ത് ഇങ്ങനെ ആ ഖബർ ഇങ്ങനെ ശരിപ്പെടുത്തി കഴിഞ്ഞാൽ, അങ്ങനെ ജനങ്ങൾ ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ ആ മലക്ക് ഒരു പിടി മണ്ണെടുക്കും എന്നാണ്. എന്നിട്ട് ആ മണ്ണിങ്ങനെ വിതറും. മണ്ണ് വിതറിയിട്ട് ആ മലക്ക് വിളിച്ചു പറയും, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ ഖബറിനെ മറന്നോ. അതുകൊണ്ടാണ് മറവി വരുന്നത് എന്നാണ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. 1.5 മണിക്കൂറിലേറെയായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് എന്റെ സമയം കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖബറിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് ഖബറിന്റെ അകത്ത് മനുഷ്യനെത്തിയാൽ 1-2 കാര്യങ്ങളും കൂടെ വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. മുഅ്മിനേ, അതോർക്കണം മുഅ്മിനേ, ആ ഖബറിന് വല്ലാത്ത ഒരു ഇടുക്കമുണ്ട്. ഖബറങ്ങ് കൂട്ടും, മനുഷ്യന്റെ എല്ലുകൾ പൊടിഞ്ഞു പോകും. ഹബീബായ റസൂലുള്ള പറയുകയാണ്, ഖബർ കണ്ടാൽ ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഒന്നുകിൽ അത് സ്വർഗ്ഗത്തിലെ ഒരു തോട്ടമാണ്. അല്ലാഹു അത് തരട്ടെ, അല്ലാഹു അത് തരട്ടെ. ഔ ഹുഫ്റത്തും മിൻ ഹുഫരിൻ നീറാൻ, അതല്ലെങ്കിൽ നരകത്തിലെ കുഴിയിലെ ഒരു കുഴിയാ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായിരിക്കും നമുക്ക് കിട്ടുക അറിയില്ല. നല്ലവരാണോ, യുമദ്ദു ലഹുൽ ഖബറു മദ്ദ ബസരിഹി, കണ്ണെത്താ ദൂരത്തോളം അവരുടെ ഖബറങ്ങ് വിശാലമാക്കപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ഇതൊരിക്കലും നമുക്കില്ലാതെയാവുകയില്ല. ഖബറിൽ നമ്മളെ കിടത്തി, നമ്മുടെ കൂടെ ഒരാളുമില്ല. ഇരുട്ടറയിൽ നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോ 2 മലക്കുകൾ വരും, മുൻകർ നകീർ വരും. ആ മലക്കുകൾ നമ്മെ എഴുന്നേൽപ്പിച്ചിരുത്തും. എന്നിട്ടൊരു ചോദ്യമുണ്ട്, മൻ റബ്ബുക വമൻ നബിയുക വമാ ഇമാമുക വമാ ഖിബ്ലതുക. നല്ലോരാണോ? പറയും അല്ലാഹു റബ്ബി, അല്ലാഹുവേ തൗഫീഖ് തരണേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നവരെ അങ്ങനെ പറയും. വ മുഹമ്മദുൻ നബി, മുഹമ്മദ് നബി എന്റെ നബിയാ. വൽ കഅബതു ഖിബ്ലതി വൽ ഖുർആനു ഇമാമി. ഇനിയും ഒരുപാട് ഖബറിലെ അഗാധമായ വിസ്മയങ്ങളുണ്ട്. അല്ലാഹു നമുക്ക് അതിൽ നിന്നൊക്കെ വലിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം നന്നാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാനിവിടെ പറഞ്ഞ ഈ നസീഹത്ത് ഒന്നാമതായി എന്നോടാണ്, സൂക്ഷിക്കാൻ പറഞ്ഞത് എന്നോടാണ്, പിന്നെയുള്ളത് ഈ മുഅ്മിനീങ്ങളോടാണ്.